നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാരെയും ഉൾക്കൊള്ളുന്ന സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനൊരുങ്ങുന്നു. നിലവിൽ നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, ഗിഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് സമഗ്രമായ പെൻഷൻ പദ്ധതികളില്ല. ഇതിന് പരിഹാരമായാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനൊരുങ്ങുന്നത് എന്നാണ് വിവരം. അസംഘടിത മേഖലയിലുള്ളവർക്ക് പുറമെ സ്വയം തൊഴിൽ ചെയ്യുന്നവരും ശമ്പള വരുമാനക്കാരും പുതിയ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് കരുതുന്നത്. പുതിയ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് പെൻഷൻ പദ്ധതി തയ്യാറാക്കുക. നിലവിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പോലെയവയിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയ പദ്ധതി എന്നാണ് സൂചന. പദ്ധതിയിൽ നിർബന്ധിതമായി ചേരേണ്ടതില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. പുതിയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് നിശ്ചിത തുക അടച്ച് 60 വയസ്സാകുമ്പോൾ മാസം നിശ്ചിത തുക പെൻഷനായി ലഭിക്കും. എന്നാൽ EPF പോലെ ഇതിന് സർക്കാർ വിഹിതം ഉണ്ടായേക്കില്ല എന്നാണ് പ്രാഥമിക വിവരം. പല മേഖലയിലുള്ളവർക്കായി കേന്ദ്ര സർക്കാർ ചില പെൻഷൻ പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നു. ഇവയെ ലയിപ്പിച്ച് ഒറ്റ പദ്ധതി ആക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമായി ഇതിനെ അവതരിപ്പിക്കില്ല. നിക്ഷേപകന് 60 വയസ്സ് തികയുമ്പോൾ 1000 മുതൽ 1500 രൂപ വരെ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന, വഴിയോര കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, മറ്റു തൊഴിലാളികൾ എന്നിവർക്കുള്ള PMSYM എന്നിങ്ങനെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി നിലവിൽ സർക്കാരിൻ്റെ നിരവധി പെൻഷൻ പദ്ധതികളുണ്ട്. നിക്ഷേപകന് 60 വയസ്സ് കഴിഞ്ഞാൽ മാസം 3000 രൂപ ലഭിക്കുന്ന കർഷകർക്കുള്ള പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന പദ്ധതിയുമുണ്ട്. ഇവയിൽ ഏതൊക്കെ ലയിപ്പിക്കണമെന്ന് വ്യക്തമല്ല. പെൻഷൻ പദ്ധതിയുടെ പ്രാരംഭ ചർച്ചകൾ മാത്രമേ ആരംഭിച്ചുള്ളൂ. അതിൻ്റെ കരട് രൂപം തയ്യാറാക്കൽ മാത്രമേ പദ്ധതിയുടെ രീതിയും അതിൻ്റെ സംവിധാനങ്ങളും എങ്ങനെയെന്ന് വ്യക്തമാക്കുകയുള്ളൂ.